നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 20/12/2025 ശനിയാഴ്ച, അതായത് 1201 ധനുമാസം 5-ാം തീയതി രാവിലെ 7:45 ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുകയാണ്. ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്ന് മാറുന്നതോടുകൂടി കുജശുക്രയോഗം എന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സ്ത്രീ സംബന്ധമായ അപവാദങ്ങളും പേരുദോഷങ്ങളും മറ്റും ഒരു പരിധിവരെ മാറുകയാണ്. എന്നാൽ തീർത്തും മാറുകയില്ല. കാരണം ശുക്രൻ രാശിപരിവർത്തനം ചെയ്ത് ധനുരാശിയിലേക്ക് മാറുമ്പോൾ ധനുരാശിയിൽ നിൽക്കുന്ന ചൊവ്വയുമായി വീണ്ടും യോഗം ചെയ്യുന്നുണ്ട്. അതിനാൽ സ്ത്രീ സംബന്ധമായ അപവാദങ്ങൾ ഉണ്ടാകാതെ എല്ലാവരും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എങ്കിലും ശുക്രൻ കൂടുതൽ പേരുദോഷമുണ്ടാക്കുന്നത് ചൊവ്വയുടെ ക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികം എന്നീ രാശികളിൽ ആയതിനാൽ വൃശ്ചികൻ രാശിയിൽ നിന്ന് ശുക്രൻ മാറുന്നതോടുകൂടി പേരുദോഷം പോലുള്ള കൂടുതൽ ദോഷഫലങ്ങളിൽ നിന്നും ആശ്വാസം കിട്ടും. എന്നാൽ ഇതുകൊണ്ട് ശുക്രനെ കൊണ്ടുള്ള മറ്റ് ഗുണഫലങ്ങളിൽ കുറവ് വരികയുമില്ല. സ്ത്രീ സംബന്ധമായ പേരുദോഷമുണ്ടാകാതെ കുറച്ച് സൂക്ഷിച്ചാൽ മാത്രം മതി. ശുക്രൻ്റെ ഈ രാശി പരിവർത്തനം മൂലം 9 കൂറുകളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും. അപ്പോൾ ഓരോ കൂറുകളിലും ജനിച്ച 27 നക്ഷത്രക്കാരുടെയും ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകാവുന്ന നല്ല ഫലങ്ങളും ദോഷഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നിവരെ നോക്കാം. ഇവർക്ക് ശുക്രൻ അതിൻ്റെ ഇഷ്ടഭാവമായ 9-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതിനാൽ ഇവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാവുകയും കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയോ അഥവാ അതിൽ പങ്കുകൊള്ളുകയോ ചെയ്യും. പിതാവിൽ നിന്നോ പിതൃതുല്യരായ ആൾക്കാരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ ധനഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വിശിഷ്ട സ്ത്രീകളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. ഈ സമയം ഇവർക്ക് മനസ്സന്തോഷവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ എന്തെങ്കിലും നടക്കുകയും ചെയ്യും. രണ്ടാമതായി, കാർത്തിക നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ രാശി പരിവർത്തനം അതിൻ്റെ ഇഷ്ടഭാവമായ 8-ാം ഭാവത്തിലേക്കാണ്. അതിനാൽ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും പുതിയ ഗൃഹത്തിൽ താമസിക്കുവാനുള്ള യോഗമോ അഥവാ ഗൃഹം മൂടി പിടിപ്പിക്കുകയോ ചെയ്യും. ഇവർക്ക് ദാമ്പത്യ സൗഖ്യം ഉണ്ടാവുകയും ഗൃഹോപകരണങ്ങൾ വാങ്ങുകയും ചെയ്യും. അഥവാ ഗൃഹോപകരണങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുകയും ചെയ്യാം. സ്ത്രീജനങ്ങളാലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. മൂന്നാമതായി, മകയിര നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ അനിഷ്ടഭാവമായ 7-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. അതിനാൽ ശുക്രനെ കൊണ്ട് ഇവർക്ക് ഈ സമയം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല. ഈ സമയം ഇവർ സ്ത്രീകളുമായി കലഹമുണ്ടാകാതെയും സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കണം. സ്ത്രീകൾ മൂലമുള്ള അപഖ്യാതി കേൾക്കാതെയും ധനനഷ്ടം ഉണ്ടാകാതെയും സൂക്ഷിക്കേണ്ടതാണ്. നാലാമതായി, പുണർ നക്ഷത്രം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അനിഷ്ടഭാവമായ 6-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതിനാൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ എന്തെങ്കിലും തടസ്സം നേരിടാം. ശത്രുക്കളെ കൊണ്ടോ കള്ളന്മാരെ കൊണ്ടോ ഉള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം. ജനങ്ങളുമായി വിരോധം ഉണ്ടാകാതെ സൂക്ഷിക്കുക. അഞ്ചാമതായി, മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ 5-ാം ഭാവത്തിലേക്കാണ് രാശി പരിവർത്തനം നടത്തുന്നത്. അതിനാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സന്താനങ്ങളെ കൊണ്ടും ബന്ധുമിത്രാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സന്തോഷവും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഗുരുജനങ്ങളെ കണ്ടുമുട്ടുകയും അവരിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. കർമ്മരംഗത്ത് പുതിയ ഉണർവുണ്ടാകും. സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളുണ്ടാകും.
ആറാമതായി ഉത്ര നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ 4-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതിനാൽ ഇവർക്ക് ബന്ധുജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും സൗഹൃദത്തിനും ഇടവരും. ബന്ധുബലവും പ്രതാപവും വർദ്ധിക്കും. ശരീരസൗഖ്യവും മറ്റ് സുഖാനുഭവങ്ങളും ഉണ്ടാകും. ജനങ്ങളുമായി കൂടുതൽ സ്നേഹത്തിൽ കഴിയും. സ്വപ്രയത്നത്താലും പിതാവിൽ നിന്നുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിനോ അഥവാ ഗൃഹ നവീകരണത്തിനോ സാധ്യതയുണ്ട്. അഥവാ പുതിയ വാഹനം വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. ഏഴാമതായി ചിത്തിര നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ ഇഷ്ടഭാവമായ 3-ാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത്. അതിനാൽ ഇവർക്ക് സഹോദരീ സഹോദരങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും അവരിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഈ സമയം ഇവരുടെ ധനവരവ് വർദ്ധിക്കാം. ജനങ്ങളിൽ നിന്നുള്ള ബഹുമാനാദികൾ സിദ്ധിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുകയോ നേതൃസ്ഥാനം ലഭിക്കുകയോ ചെയ്യാം. എട്ടാമതായി വിശാഖ നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ വൃശ്ചികക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ ഇഷ്ടഭാവമായ 2-ാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത്. അതിനാൽ ഇവർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കൃഷിജോലികളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ആദായം ലഭിക്കും. ഇവർക്ക് ഈ സമയം സർക്കാർ സംബന്ധമായ ജോലികളോ ബഹുമതികളോ അഥവാ മറ്റ് ആനുകൂല്യങ്ങളോ കിട്ടും. കുടുംബസുഖം വർദ്ധിക്കും. വിശേഷപ്പെട്ട അലങ്കാര സാധനങ്ങൾ സിദ്ധിക്കുകയും സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒമ്പതാമതായി മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ധനുക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അവരുടെ ജന്മരാശിയിലേക്കാണ് രാശി പരിവർത്തനം നടത്തുന്നത്. അതിനാൽ ഇവർക്ക് കളത്രസൗഖ്യം ഉണ്ടാകും. അതായത് ഭാര്യ അഥവാ ഭർത്താവിന് സുഖാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ലഭിക്കാം. സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയും സ്ത്രീകളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകും. ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ലഭിക്കാം. പത്താമതായി ഉത്രാട നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അവരുടെ 12-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതിനാൽ ഇവർക്ക് സാമ്പത്തിക വർധനവുണ്ടാകും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ രത്നങ്ങളോ ലഭിക്കാം. എല്ലാ കാര്യത്തിലും ഒരു പുതിയ ഉണർവുണ്ടാവുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും. ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. 11ാമതായി അവിട്ട നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ ഏറ്റവും ഇഷ്ടഭാവമായ 11ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ഇവർക്കിപ്പോൾ 7ര ശനിയുടെ അവസാന കാലഘട്ടം നടക്കുകയാണ്. ഇവർക്ക് 7ര ശനി സമയമാണെന്നുണ്ടെങ്കിലും രാഹുവും കേതുവും ശനിയും ഒഴിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ 7ര ശനിയുടെ ദോഷഫലങ്ങൾ ഇവരെ കാര്യമായി ഈ സമയം ബാധിക്കുകയില്ല. ഇവർക്ക് ശുക്രൻ്റെ ഇഷ്ടഭാവത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാകും. ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും. ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ലഭിക്കും. ഭാര്യ അഥവാ ഭർത്താവിനെ കൊണ്ടുള്ള സുഖപ്രാപ്തികളുണ്ടാകും. കൂടുതൽ മനസ്സന്തോഷം ഉണ്ടാവുകയും പുത്തൻ വസ്ത്രങ്ങളോ അഥവാ ആഭരണങ്ങളോ ലഭിക്കുകയും ചെയ്യും. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ അഥവാ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. പിതാവിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. ഉത്സവാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. 12ാമതായി പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക്
ശുക്രൻ അതിൻ്റെ അനിഷ്ടഭാവമായ 10ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. അതിനാൽ ഇവർ ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. സ്ത്രീകൾ നിമിത്തം കലഹമോ അപമാനമോ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം. മേൽപ്പറഞ്ഞവയൊക്കെയാണ് ശുക്രനെ കൊണ്ടുള്ള 27 നക്ഷത്രക്കാരുടെയും ചാരഫലങ്ങൾ. മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുഭാശുഭ നക്ഷത്രശാസ്ത്രമയത്തിനനുസരിച്ചും ഈ ഫലങ്ങളിൽ വ്യത്യാസം വരാവുന്നതാണ്. ശുക്രനെ കൊണ്ടുള്ള ഈ ഗുണഫലങ്ങൾ അടുത്ത വർഷം ജനുവരി 12-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.